നമസ്കാരം. സുധിയാണ് പറയണം ഗുരുവായൂരിന്ന്. ഞാനിപ്പോൾ ആലപ്പുഴയാണ്. കൈതപ്രം അല്ലേ, എന്താ കയ്യത്തിൽ ശിവക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ കുചേലനെ കണ്ടു. നമ്മളെ ഈ കുചേലൻ കുചേലവേഷം കിട്ടുന്ന ഉദയചേട്ടൻ കണ്ടുമുട്ടിയോടെ വെച്ചിട്ട് ആള് ഗുരുവായൂരമ്പലത്തേക്ക് വരാറുണ്ട്. ഒരുപാട് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. നാളെ ഇങ്ങനെ വേഷം കിട്ടുന്നത്? ഞാനിപ്പോൾ ഒരു 20 വർഷത്തോളമായി ഈ കുചേലവേഷം ചെയ്യുന്നു. ഈ എൻ്റെ തൊട്ട് ഇപ്പോൾ ഈ കൈതത്തിൽ കണ്ടാകണ ശിവക്ഷേത്രത്തിൽ 23ാമത് സപ്താഹമാണ്. പക്ഷേ എനിക്ക് 19 വർഷവും എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് അവൽപ്പൊതിയുമായി, ഭാര്യ തരുന്ന അവൽപ്പൊതിയുമായി ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം ആദരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ആദരിക്കുകയുണ്ടായി. കാരണം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഗ്രാമക്ഷേത്രത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യ തരുന്ന ഒരു അവൽപ്പൊതി എൻ്റെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നു. അതൊരു വലിയൊരു അനുഗ്രഹം. ഇന്നിപ്പോൾ കേരളത്തിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത്, അഹമ്മദാബാദ്, കന്യാകുമാരി, പൂനെ ഇവിടങ്ങളിലൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലും വന്ന് ഈ വേഷം ഇട്ടുകൊണ്ട് വരാൻ വലിയൊരു ഭാഗ്യം കിട്ടി. അവിടുത്തെ ഭക്തപ്രിയ മാസികയിൽ ഞങ്ങളുടെ പടമൊക്കെ കൊടുത്തു. വേറെ ഒരുപാട് തമിഴ്, ഹിന്ദി, അങ്ങനെ തെലുങ്ക് ഈ പത്രക്കാരൊക്കെ വാർത്തയായിട്ട് കൊടുത്തു. അതവിടെ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ട് അത് കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഒരു ചെറിയ വീട് ഒരു വർഷത്തിന് മുമ്പ് വെച്ചു. അതിന് കുചേല ഭവനം എന്നാണ് പേരിട്ടത്. അതിൽ ഇതിൽ നിന്ന് കിട്ടിയ കാശല്ല. ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു. കയറിൻ്റെ ഒരു കമ്പനി, പുത്തനങ്ങാടി ആലപ്പി കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ അവിടുന്ന് 2015 റിട്ടയർഡ് ചെയ്ത് ഇപ്പം മുഴുവൻ സമയവും ഈ ഏപ്രിൽ മാസം 10-21 ദിവസമുണ്ട്. ഇന്നും ഒരു സ്ഥലം കഴിഞ്ഞിട്ട് വന്നതാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, ഒപ്പം നാട്ടുകാരുടെ പ്രോത്സാഹനം. ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അനൗൺസ്മെൻറ്റും ഒക്കെ കൂടെ ചെയ്യാറുണ്ട്. അതും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് യജ്ഞാചാര്യന്മാരും അതുപോലെ തന്നെ പൗരാണികരും അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു നല്ല പാട്ടുമൊക്കെ കിട്ടുമ്പോൾ നമ്മളതിന് ലയിച്ചു പോവുകയാണ്. 2 വർഷത്തിന് മുമ്പ് മഴവിൽ മനോരമ കിടിലത്തിൽ ഒരു പാട്ട് സീൻ, വെറും ഒരു 4 മിനിറ്റ് മാത്രം, ചെങ്ങന്നൂർ അജീഷ് എന്ന് പറഞ്ഞൊരു പൗരാണികനാണത് പാടിയത്. ആ പാട്ട് മാത്രമേ ഞങ്ങൾക്ക് കിട്ടില്ല. അത് ഞങ്ങൾ എല്ലാവരും കൂടി അഭിനയിച്ചു. ഒരു കൃഷ്ണനുണ്ട്, രുക്മിണിയുണ്ട്, ഞാനുണ്ട്. അങ്ങനെ അവതരിപ്പിച്ചു. അത് ജനങ്ങൾ ഹൃദയത്തിലേറ്റി. അതുകൊണ്ട് എവിടെ ചെന്നാലും അറിയപ്പെടും. ഇന്ന അവതരിപ്പിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു മഹാഭാഗ്യമായി എനിക്ക് കിട്ടിയ. എൻ്റെ അപ്പൂപ്പനെ കൊണ്ട് പണ്ട് ഒരു ഭാഗവത പാരായണക്കാരനായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മമ്മയുടെ അച്ഛൻ. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ചിലപ്പോൾ എനിക്ക് കൈവന്നതായിരിക്കാം ഈ കല. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഒരുപാട് മഹാക്ഷേത്രങ്ങളിൽ പോകുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ ആവശ്യപ്രകാരം നമ്മൾ വൈകുന്നേരമൊക്കെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. സന്ധ്യാസമയത്ത് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് യജ്ഞശാലയിലെ നാമജപവും കഴിഞ്ഞിട്ട് ഇത് അവതരിപ്പിക്കാറുണ്ട്. പിന്നെ കേരളത്തിലെ പ്രശസ്തരായ ഒട്ടേറെ യജ്ഞാചാര്യന്മാർ നമ്മൾ ക്ഷണിക്കാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. മഹാഭാഗ്യം, ജന്മത്തിൽ കിട്ടിയതിനും മഹാഭാഗ്യമായി കരുതുന്നു. എന്തായാലും വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. ക്യാമറമാൻ ഇന്ദു ആണ്. ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തരാം. ഇതാ ക്യാമറ ഇന്ദു. അപ്പോൾ എന്തായാലും ഇന്ദു, താങ്ക് യു വെരി മച്ച് ഫോർ ദ ക്ലിക്ക്. ബൈ.